ടൈമിൽ ഇടവും വലവും ഒരുപാട് പെമ്പിള്ളേരുണ്ടായിരുന്ന കാലം പോലെ ഇത് കൺസിഡർ ചെയ്യരുത്. മുള്ളി ഓർമ്മ ഉണ്ടോ എത്ര എണ്ണോനെ എണ്ണി തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മുള്ളി അണ്ടി ഫാക്ടറി ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പി ഒരു 5-6 ഉണ്ടായിരുന്നില്ലേ? മാത്രോ? അയ്യോ ഇപ്പൊ ആ കാലം ആലോചിച്ചോക്കെ മള്ളി. പണ്ട് മുലലിയുടെ റൂമിൽ എത്തി വെക്കുമ്പോ കുറച്ച് സുഖമെങ്കിലും കിട്ടി. ഇനി അപ്പാപ്പന്റെ റൂമിൽ എത്തി വെക്കിട്ട് ഞാൻ എന്ത് കാണാനാ? ഹൈഡ്രജൻ ബലൂൺ വെച്ച് പൊക്കുന്നതും. മുല ആലോചിച്ചോക്ക്, മേലത്തെ റൂമിൽ മറ്റേ പുള്ളിയും കയറൊക്കെ ഇട്ടിട്ട് വലിച്ച് കയറോട്ട് പൊക്കം താഴെ കിടന്നുണ്ട്. നേരത്തെ പരിപാടി വാസന്റെ റൂമിൽ ഒളിഞ്ഞു വെക്കലായിരുന്നു. ഇതൊക്കെ കണ്ടാ ബാക്കിയുള്ളവരുടെ മൂടോട് പോവില്ലേ? ഈ ഗ്യാങ് ഹൗസിൽ താമസിക്കാൻ തോന്നില്ലല്ലോ. സത്യം. നാളെ കയറി ചെല്ലുമ്പോ അപ്പാപ്പന്റെ റൂമിൽ പുള്ളിയും കയറൊക്കെ അത് ഓൾറെഡി ഒട്ടറാ. അത് അപ്പാപ്പ പറഞ്ഞത് ബാത്റൂമില് വെള്ളമില്ലെങ്കിൽ കോരി വെളിയിൽ കിടത്തിയത് കോരാനുള്ള വേണ്ടിട്ടാണെന്നാ പറഞ്ഞിരുന്നേ. എന്നിട്ട് കിണറിന് വെള്ളം കോരാനെ നമുക്കും അറിയാം. ഇവര് തമ്മിലൊരു കോംബോ നൈസ് ആണ്. പുള്ളിയും കയറി കിണറിന് വെള്ളം കോരാനല്ലേ ഉപയോഗിക്കുന്നേ. ആശാനും പാപ്പസേട്ടും തമ്മിലുള്ള കോംബോ സത്യമാണ്.